ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ തീരം ബൈബിൾ മെഡിറ്റേഷൻ എന്ന നമ്മുടെ അനുദിന സന്ധ്യാതിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ സന്ധ്യാതിരുവചന ധ്യാനം 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു എന്ന മനോഹരമായ ഒരു തിരുവചന വാക്യമാണ് ഇന്നത്തെ നമ്മുടെ അനുദിന സന്ധ്യാ തിരുവചന ധ്യാനം. ഈ സന്ധ്യയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും, നമ്മുടെ വിഷമങ്ങളും, നമ്മുടെ പരാജയങ്ങളും ദൈവത്തിന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കുറച്ചു നിമിഷങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ഈ തിരുവചന ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ ആഴമുള്ള ഒരു സത്യമാണ്. ഈ ഭൂമിയിലെ ജീവിതം ഒരു കൂടാരമാണ്. എന്നാൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത് നിത്യമായ ഒരു ഭവനമാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഇന്നത്തെ കണ്ണുനീർ അവസാന വാക്കല്ല. നമ്മുടെ ഇന്നത്തെ വേദന അതൊരു അവസാന വാക്കല്ല. നമ്മുടെ രോഗങ്ങളും, നമ്മുടെ പരാജയങ്ങളും, നമ്മുടെ ഏകാന്തതയും അതൊരു അവസാന വാക്കല്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് മുൻപിൽ ഒരു നിത്യ ഭവനമുണ്ട്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഇവിടെ പറയുന്നത് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ എന്നതാണ്. ഒരു കൂടാരം സ്ഥിരമായ ഒരു വീടല്ല. ഇന്ന് ഇവിടെ, നാളെ അത് മറ്റൊരിടത്ത്. അതുപോലെ നമ്മുടെ ഭൗമ ജീവിതവും അത് താൽക്കാലികമാണ്. നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജോലി, നമ്മുടെ സ്ഥാനമാനം, നമ്മുടെ പ്രശസ്തി, ഇവയെല്ലാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു താൽക്കാലിക അനുഗ്രഹങ്ങൾ മാത്രമാണ്. പക്ഷെ പലപ്പോഴും നാം താൽക്കാലികമായതിനെ ശാശ്വതമായതുപോലെ പിടിച്ചു പറ്റും. പണം നഷ്ടപ്പെടുമ്പോൾ ലോകം അവസാനിച്ചതുപോലെ ഒരു പക്ഷേ നമുക്ക് തോന്നിയേക്കാം. ഒരു ബന്ധം തകരുമ്പോൾ ജീവിതം അവസാനിച്ചതുപോലെ നമുക്ക് തോന്നിയേക്കാം. ഒരു രോഗം, ഒരു പ്രയാസം വരുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടും. ആളുകൾ നമ്മെ അംഗീകരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ വില കുറഞ്ഞു പോയതുപോലെ നമുക്ക് തോന്നും. എന്നാൽ ഇന്നത്തെ തിരുവചനം നമ്മോട് പറയുന്നു, നിനക്കുള്ളത് ഈ ഭൂമിയിലെ കൂടാരം മാത്രം. ദൈവം നിനക്കായി ഒരു നിത്യഭവനം ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ കൈകൾ നിർമ്മിക്കുന്ന വീടുകൾ ഒരു നാൾ തകർന്നു പോകാം. മനുഷ്യർ പണിത കൊട്ടാരങ്ങൾ ഒരു നാൾ ഇല്ലാതെയാകാം. നമ്മുടെ ശരീരം ഒരു നാൾ മണ്ണിലേക്ക് തന്നെ മടങ്ങിച്ചേരും. എന്നാൽ ദൈവം ഒരുക്കുന്ന ഭവനം കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ഈ സന്ധ്യയിൽ നീ കരയുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് തന്നെ ദൈവത്തെ നീ പിടിച്ചുകൊള്ളു. നിനക്ക് ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ദുഃഖിക്കാം, പക്ഷേ നിത്യപ്രത്യാശ നീ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ക്രിസ്തുവിലുള്ള നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിന്റെ അതിരുകൾ അവസാനിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം, ഞാൻ ഈ ലോകത്തെ മാത്രമാണോ എന്റെ ഭവനമായി കരുതുന്നത്? ദൈവത്തെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് എന്താണ്? പണത്തെയോ, സ്ഥാനത്തെയോ, മനുഷ്യരുടെ പ്രശംസയെയോ, എന്റെ സുഖ സൗകര്യങ്ങളെയോ? എന്റെ ഹൃദയത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനമുണ്ടോ? നിത്യഭവനത്തെ ഓർത്ത് ഞാൻ ഇന്ന് വിശുദ്ധമായി ജീവിക്കുന്നു. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, എന്റെ ഹൃദയം ഈ ലോകത്തിൽ കുടുങ്ങിപ്പോകാതെ നിത്യമായ ഒരു ഭവനത്തിനായി നിന്നിലേക്ക് ഉയർത്തണം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കരുണാമയനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവം, ഈ സന്ധ്യയിൽ ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ തലകുനിച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ ജീവിതം താൽക്കാലികമാണെന്നറിഞ്ഞിട്ടും നിത്യമായതിനേക്കാൾ താൽക്കാലികമായ കാര്യങ്ങളെ ഞങ്ങൾ സ്നേഹിച്ചതിന് തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്നേക്കാൾ പണത്തെ ആശ്രയിച്ച നിമിഷങ്ങൾക്കായി തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നേക്കാൾ മനുഷ്യരുടെ അംഗീകാരം തേടിയതിനായി
തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പ്രാർത്ഥനയിൽ നിന്ന് അകന്നതിനും നിന്റെ തിരുവചനം അവഗണിച്ചതിനും സഹോദരനോട് ക്ഷമിക്കാതെ ഇരുന്നതിനും ഹൃദയത്തിൽ വൈരാഗ്യം സൂക്ഷിച്ചതിനും അറിയാവുന്ന നന്മ ചെയ്യാതെ പോയതിനും തമ്പുരാനെ അടിയങ്ങളോട് കരുണ കാണിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് ശുദ്ധീകരിക്കണം. ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നുള്ള വ്യർത്ഥമായ ലോകമോഹങ്ങളെ തമ്പുരാനെ അവിടുന്ന് നീക്കിക്കളയണം. ഞങ്ങളുടെ ഹൃദയത്തിൽ നിത്യജീവന്റെ പ്രത്യാശ നിറയ്ക്കണമേ. ഞങ്ങളുടെ ജീവിതം ഒരു കൂടാരമാണെന്ന് അടിയങ്ങളെ ഓർമ്മിപ്പിക്കണമേ. ഈ കൂടാരം ഒരു നാൾ അഴിഞ്ഞു പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നിത്യഭവനത്തിനായി തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാന നിമിഷത്തിൽ ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുവാൻ ഒരു കൃപ നൽകണമേ. മരണത്തെ ഭയത്തോടെ കാണാതെ ക്രിസ്തുവിൽ നിത്യജീവന്റെ വാതിലായി കാണുവാനുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകും. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് വേർപിരിയേണ്ടി വന്നാൽ ക്രിസ്തുവിൽ നമുക്ക് വീണ്ടും കാണാമെന്ന ആ ഒരു പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കട്ടെ. ഞങ്ങളുടെ കണ്ണുനീർ നീ തുടച്ചു കളയണമേ. ഞങ്ങളുടെ മുറിവുകൾ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നത്തെ രാത്രിയിൽ ഞങ്ങളുടെ വീടുകളിൽ നിന്റെ സമാധാനം നിറയണം. രോഗികളായവരെ സൗഖ്യമാക്കണം. ഒറ്റപ്പെട്ടവർക്ക് നിന്റെ സാന്നിധ്യം ഉണ്ടാകുമാറാകണം. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണം. വഴിതെറ്റിയവരെ തിരികെ കൊണ്ടുവരണം. കർത്താവേ, ഞങ്ങളുടെ ഭൗമ ജീവിതത്തിന്റെ കൂടാരം ഒരു നാൾ അഴിഞ്ഞു പോയാൽ നിന്നിൽ ഞങ്ങൾക്ക് നിത്യഭവനമുണ്ടെന്ന ആ ഉറച്ച വിശ്വാസത്തിൽ ജീവിക്കുവാൻ തമ്പുരാനെ അടിയങ്ങൾക്ക് കൃപ നൽകണം. കർത്താവേ, എന്റെ ഭവനം ഈ ലോകമല്ല, എന്റെ യഥാർത്ഥ ഭവനം നിന്നോട് കൂടെയാണ് എന്ന് ഓരോ ദിവസവും പറയുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നുറങ്ങുന്നതിനു മുമ്പ് ഒരു നിമിഷം മൗനമായി ഇരുന്ന് നമുക്ക് പറയാം, കർത്താവേ, ഈ ഭൂമിയിലെ താൽക്കാലിക ജീവിതത്തെക്കാൾ നീ ഒരുക്കിയിരിക്കുന്ന നിത്യഭവനത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതം നിനക്കായി വിശുദ്ധമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. നമ്മുടെ ഭൗമ ജീവിതത്തിലെ എല്ലാ യാത്രകളിലും കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ വീടുകളിൽ സമാധാനവും ഹൃദയത്തിൽ പ്രത്യാശയും ജീവിതത്തിൽ വിശുദ്ധിയും അവസാനം നിത്യഭവനത്തിൽ ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാനുള്ള ഒരു ഭാഗ്യവും സർവശക്തനായ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ.